വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗമാണെന്നും 100-ലധികം സീറ്റുകൾ നേടി മുന്നണി അധികാരത്തിൽ വരുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിലുടനീളം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ 23ാമത്തെ മീറ്റിങ്ങിലാണ്, പൊതുയോഗത്തിലാണ് കഴിഞ്ഞ 3-4 ദിവസത്തിനിടയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭം കുറിക്കുന്ന ഒരു യോഗമാണ് ഇത്. ബേസിക്കലായിട്ട് ആദ്യമൊക്കെ നമുക്ക് തോന്നിയത് കേരളത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള ഒരു മെല്ലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും ആ മന്ദമാരുതൻ ഒന്ന് ശക്തിയായി ഉറപ്പിച്ച് കാസർഗോഡ് മുതൽ പാറശാല വരെ പരിശോധിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ആഞ്ഞു വീശുന്നത് UDF അനുകൂല തരംഗമാണ് എന്നുള്ളത് ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കാനും ആവേശം കൊള്ളിക്കാനും പറയുന്നതല്ല. കേരള ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കേരള ജനത ഒരു മോചനം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ശത്രുപക്ഷത്ത് നിർത്തി മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിൽ നിന്നും ഒരു മോചനം കേരള ജനത ആഗ്രഹിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാര്യം ജനങ്ങളിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമ്മമാരും സഹോദരിമാർക്ക് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം, വീട്ടമ്മമാർക്ക് അറിയാം. എന്താ സ്ഥിതി? സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ച് 2014 സാധന വില, ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ 2016 സാധനങ്ങളുടെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിലൊന്നും താരതമ്യം ചെയ്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ LPGയുടെ ക്ഷാമവും കൂടെ വന്നപ്പോൾ, ഗ്യാസിൻ്റെ ക്ഷാമവും കൂടെ വന്നപ്പോൾ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അടുപ്പ് പുകയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 13 സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, പാവപ്പെട്ടവർക്ക് ആഹാരം കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 13 സാധനങ്ങൾ, അതിൽ സബ്സിഡി കൊടുക്കുമായിരുന്നു സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. അങ്ങനെയാണ് ആ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തിയത്. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ കുറിച്ച് തന്നെ കേൾക്കാനില്ല. വിലക്കയറ്റമാണ് എല്ലായിടത്തും, നടപടിയില്ല സർക്കാരിന്. ഒടുവിൽ മോഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രൈസിസാണ്. യുദ്ധത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത നിലപാട് കൊണ്ടാണ് ഇറാനിൽ നിന്നും ഈ ഇന്ധനം ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. കാരണം ഇറാനിൻ്റെ ഒരു തലവൻ മരിച്ചിട്ടും അമേരിക്ക പോയി ഇടപെട്ടിട്ട് ഒരു രാഷ്ട്രത്തലവനെ വെട്ടിക്കൊന്നിട്ടും ബോംബെറിഞ്ഞ് കൊന്നിട്ടും ഒരു പ്രതിഷേധ ശബ്ദം പോലും ഇന്ത്യയിൽ വന്നില്ല. ഇന്ത്യയുടെ വിദേശ നയത്തിന് എതിരായിട്ടുള്ള ഒരു വലിയ സമീപനമായിരുന്നു. അതുകൊണ്ടെന്താണ് ഇറാനിലൂടെ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് നമുക്ക് ഇന്ധനം വരേണ്ടത്. അത് വരുന്നതിൽ ബുദ്ധിമുട്ടായി. LPG ക്ഷാമം ഉണ്ടായി. പിന്നെ കൃത്രിമ ക്ഷാമം ഉണ്ടാക്കുന്നുണ്ട് കരിഞ്ഞിത്തക്കാരെയും പൂർത്തിവെപ്പുകാരെയും തടയാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ചില സിലിണ്ടർ ചിലയിടത്തൊക്കെ തന്നെ 4000 5000 കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. വില കൂട്ടി, ഇവർ 60 രൂപ കൂട്ടി 900 രൂപ കൊടുക്കണ്ടേ ഇപ്പോൾ സിലിണ്ടറിന്. അതുപോലെ കരിഞ്ചന്തയെ വാങ്ങിക്കുമ്പോൾ വില എത്രയാണ്? അപ്പോൾ ഈ ക്രൈസിസ് സാധാരണക്കാരുടെ ജീവിതത്തെ അവരുടെ നടു ഒടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ നിരാശരാണ്. ഞാനിപ്പോൾ കടന്നു വരുമ്പോൾ നമ്മൾ മണലൂരിൽ നിന്നാണ് വരുന്നത്. ഒരു കൊച്ചു സഹോദരി എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി കരയുകയായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ പേര് ഏറ്റവും മുന്നിലുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി. ഒരു വർഷം ഇനി കാലാവധിയിലും ബാക്കിയുണ്ട്. അവർ കരഞ്ഞു. അച്ഛനമ്മമാരുടെ ഒരുപാട് ത്യാഗം സഹിച്ച് പഠിച്ച് പാസ്സായി പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ മുമ്പിൽ വന്നു. പക്ഷേ നിയമനമില്ല. 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും കേരളത്തിൽ നിയമനമില്ല. റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്നവർക്ക് പോലും നിയമമില്ല. ആ കുട്ടി പറയായിരുന്നു എന്നോട്, അവരന്വേഷിച്ചപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലെ പോസ്റ്റുകളെല്ലാം നിരവധി ഒഴിവുണ്ട് കേരളത്തിൽ എല്ലായിടത്തും. ആ ഒഴിവുകളൊന്നും നികത്താതെ അവിടെ പിൻവാതിലൂടെ സഖാക്കളുടെ ബന്ധുക്കളെ നിയമിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള നോക്കിയാൽ നിങ്ങൾക്കറിയാം, വേറെ എവിടെയും തിരഞ്ഞു പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ചുറ്റുവട്ടം നോക്കിക്കോ. അവിടെയൊക്കെ
അർഹതപ്പെട്ടവരെ തഴഞ്ഞ് പരീക്ഷ വടക്കാഞ്ചേരി ജയശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്ന നിയോജകമണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ ക്ഷേമ പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന മഹാലക്ഷ്മി പദ്ധതിയും സാമൂഹിക ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കലും ഇതിൽ പ്രധാനമാണ്. കൂടാതെ യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കുമെന്നും വയോജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം അത് തെളിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ LDF സർക്കാർ വികൃതമായ മുഖം മിനുക്കാൻ കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകളാണ് നടത്തുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായതായും വേണുഗോപാൽ വിമർശിച്ചു. സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ വിജയത്തിനായി പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ NA സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ MLA-മാരായ അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, MP വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ തിരക്കുകളുള്ള ഒരു വർക്കിംഗ് ഡേ ആണ് ഇന്ന് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിക്കാൻ പോകുന്നു. ഇതാ തിരിച്ചു പിടിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയാഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. എൻ്റെ പിതാവ് നാരായണസ്വാമി, അദ്ദേഹം ഏത് സമയത്തും അവസാന ശ്വാസത്തിലും അദ്ദേഹം സംസാരിച്ചത് ഈ പ്രസ്ഥാനത്തെക്കുറിച്ചായിരുന്നു. ഒരു കാര്യം ഉറപ്പു നൽകുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്ന, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് കീഴിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം തിരിച്ച് UDF പിടിക്കുമ്പോൾ വടക്കാഞ്ചേരി എന്ന് പറയുന്ന UDF-ന്റെ പൊന്നാമര കോട്ട അത് UDF തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന് ഉറപ്പിക്കുന്ന കൺവെൻഷനാണ് ഇന്ന് ഇവിടെ നടന്നത്. പ്രിയപ്പെട്ടവരെ, KSU കാലഘട്ടം മുതൽ ഈ വടക്കാഞ്ചേരിയിലൂടെ നടന്നു നീങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. KSU-വിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന കമ്മിറ്റി അംഗമായി, യൂത്ത് കോൺഗ്രസിൻ്റെ വടക്കാഞ്ചേരി അസംബ്ലിയുടെ ഉപാധ്യക്ഷനായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും ഒക്കെ ആക്കിയതും ചുമതല നൽകിയതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2020-ൽ CPIM-ന്റെ സിറ്റിംഗ് സീറ്റിൽ, LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു. അവിടെ പോയി മത്സരിച്ച് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൃത്യമായി പാലിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് നൽകിയ ചുമതല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും കൂടെയുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, വടക്കാഞ്ചേരി നമുക്കൊരുമിച്ച് ഒത്തൊരുമിച്ച് തിരിച്ചു പിടിക്കാമെന്ന് ഉറപ്പിക്കാമെന്നും മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എന്നും നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ അനിയനായി, മകനായി, നിങ്ങളുടെ ശബ്ദമായി, നിങ്ങൾക്ക് വേണ്ടി എന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹി ആയിരുന്ന കാലഘട്ടത്തിലും വടക്കാഞ്ചേരിയിലെ ഓരോ പ്രവർത്തനങ്ങളിലും